സൈമൺ ഫ്രേസർ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നായ ഹബിൾ ടെൻഷൻ പരിഹരിക്കുന്നതിൽ ഒരു പടി കൂടി അടുത്തു. പ്രപഞ്ചം എത്ര വേഗത്തിൽ വികസിക്കുന്നു എന്ന് നിർണ്ണയിക്കാനുള്ള ശ്രമം പതിറ്റാണ്ടുകളായി കോസ്മോളജിസ്റ്റുകളെ അലട്ടുന്നു. അതിനെ ഹബിൾ ടെൻഷൻ അല്ലെങ്കിൽ ഹബിൾ ക്രൈസിസ് എന്നും വിളിക്കുന്നു. ഈ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന പുതിയ കണ്ടെത്തലുകൾ നേച്ചർ അസ്ട്രോണമിയിൽ പ്രസിദ്ധീകരിച്ചു. SFU ഫിസിക്സ് പ്രൊഫസറും പേപ്പറിന്റെ സഹരചയിതാവുമായ ലെവോൺ പോഗോസിയൻ പറയുന്നത്, ഈ ആശയം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള രണ്ട് പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും: ഹബിൾ ടെൻഷനും കോസ്മിക് കാന്തിക മണ്ഡലങ്ങളുടെ ഉത്ഭവവും എന്നാണ്. ദൂരെയുള്ള ഗാലക്സികളെല്ലാം നമ്മളിൽ നിന്ന് അകന്നുപോകുന്നു എന്ന് നിരീക്ഷിച്ച പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിളിന്റെ പേരിലാണ് ഹബിൾ ടെൻഷൻ എന്ന പേര് വന്നത്. എന്നാൽ പ്രപഞ്ചം വികസിക്കുന്ന യഥാർത്ഥ വേഗത കോസ്മോളജിസ്റ്റുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. കാരണം വികാസനിരക്ക് അളക്കുന്ന രണ്ട് കൃത്യമായ മാർഗങ്ങൾ വളരെ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് നൽകുന്നത്. ഈ പൊരുത്തക്കേടാണ് ഹബിൾ ടെൻഷൻ എന്നറിയപ്പെടുന്നത്. ഇത് കോസ്മോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ്. ഗവേഷകരുടെ സിദ്ധാന്തം പ്രിമോഡിയൽ മാഗ്നറ്റിക് ഫീൽഡുകളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇത് സമയത്തിന്റെ ആരംഭം മുതൽ നിലവിലുണ്ടായിരുന്ന ചെറു കാന്തിക മണ്ഡലങ്ങളാണ്. ഈ കാന്തിക മണ്ഡലങ്ങൾ എല്ലാ കാലത്തും ഇവിടെയുണ്ടായിരുന്ന ഒരു ഘടകമാണെന്ന് ഗവേഷകർ വാദിക്കുന്നു. ഇത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിലുടനീളം നിരീക്ഷിക്കപ്പെടുന്ന കാന്തിക മണ്ഡലങ്ങളുടെ ഉത്ഭവത്തെയും ഇത് വിശദീകരിക്കും. പ്രിമോഡിയൽ മാഗ്നറ്റിക് ഫീൽഡുകൾ റീകോമ്പിനേഷൻ പ്രക്രിയയെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും സംയോജിച്ച് ആറ്റങ്ങളായി മാറുന്നത് ത്വരിതപ്പെടുത്തിയിരിക്കാമെന്നാണ് അവരുടെ വാദം. ഇത് കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തലത്തിലെ പാറ്റേണുകളെ മാറ്റുകയും അതുവഴി ഹബിൾ കോൺസ്റ്റന്റിന്റെ മൂല്യം ശാസ്ത്രജ്ഞർ ഡേറ്റയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രീതിയെ ബാധിക്കുകയും ചെയ്യും. SFUവിലെ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പോഗോസിയന്റെ സഹപ്രവർത്തകർ റീകോമ്പിനേഷൻ പ്രക്രിയയെ വിശദമായി സിമുലേറ്റ് ചെയ്തു. ഹബിൾ ടെലിസ്കോപ്പ്, പ്ലാങ്ക് ഉപഗ്രഹം എന്നിവയിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് അവരുടെ സിദ്ധാന്തം പരീക്ഷിച്ചു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ കാസ്റ്റൻ ജഡാംസിക്ക്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ടോം അബേൽ, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ യാസിൻ അലി ഹൈമൌദ് എന്നിവരാണ് ഈ ഗവേഷണത്തിലെ പ്രധാന സഹപ്രവർത്തകർ. SFUവിന്റെ സിഡാർ സൂപ്പർ കമ്പ്യൂട്ടറും അതിന്റെ പിൻഗാമിയായ ഫിറും ഈ ഗവേഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇത് ടെസ്റ്റുകളും കണക്കുകൂട്ടലുകളും നടത്താൻ അത്യന്താപേക്ഷിതമായിരുന്നു. പോഗോസിയൻ പറയുന്നു, ഞങ്ങളുടെ കണ്ടെത്തലുകൾ ഈ ആശയം ഇന്ന് ലഭ്യമായ ഏറ്റവും വിശദമായതും യാഥാർത്ഥ്യബോധമുള്ളതുമായ പരിശോധനകളെ അതിജീവിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ ഭാവിയിലെ നിരീക്ഷണങ്ങൾക്കായി വ്യക്തമായ ലക്ഷ്യങ്ങൾ നൽകുന്നു. ആദ്യകാലത്തെ ചെറു കാന്തിക മണ്ഡലങ്ങൾ പ്രപഞ്ചത്തിന് രൂപം നൽകിയോ എന്നും ഹബിൾ ടെൻഷൻ പരിഹരിക്കുന്നതിനുള്ള താക്കോൽ അവയുടെ കയ്യിലാണോ എന്നും അടുത്ത വർഷങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും.